ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ നമ്മൾ പല ആപ്ലിക്കേഷൻസും പല സോഫ്റ്റ്വെയറും ഉപയോഗിക്കലുണ്ട്. ഇതിൽ നിന്നൊക്കെ നമ്മളെന്താ ചെയ്യുക, ഫോട്ടോ മൊഞ്ചാക്കും. നല്ല അടിപൊളി ഫിൽറ്ററൊക്കെ കൊടുത്ത് കളർ കറക്ഷനൊക്കെ വരുത്തി അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്ത് മൊഞ്ചാക്കി എടുക്കും. എന്നാൽ ഈ ഫോട്ടോയിലുള്ള കുറച്ച് ഡീറ്റെയിൽ, ഫോട്ടോൻ്റെ എക്സിഫ് ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫോട്ടോ എടുക്കുന്ന നേരം അതിൽ കുറേ ഡീറ്റെയിൽ ഉണ്ടാവും. അതായത് ഈ ഫോട്ടോ എവിടെ നിന്ന് എടുത്ത്, ഏത് ഫോണിലെടുത്ത്, ഏത് ലൊക്കേഷനിലെടുത്ത്, ഏത് ഡേറ്റിലെടുത്ത്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ ഫോട്ടോൻ്റെ കൂടെ ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ നമ്മളൊരു ഫോട്ടോ ഒരാൾക്ക് സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഫോട്ടോ എവിടെ നിന്ന് എടുത്താൽ നടക്കുള്ള എല്ലാ ഡീറ്റെയിലും അവർക്ക് മനസ്സിലാക്കാനാവും. അതൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു എഡിറ്റിംഗ് ടൂള്. അതുമാത്രമല്ല, ഒരു ഫോട്ടോയിലുള്ള ടെക്സ്റ്റ് വേർതിരിച്ചെടുക്കുക, ഇമേജ് PDF ആക്കി കൺവേർട്ട് ചെയ്യുക, PDF ഇമേജ് ആക്കി കൺവേർട്ട് ചെയ്യുക, അങ്ങനെ കുറേ സംഭവങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു എഡിറ്റിംഗ് ടൂള്. അതാണ് ഇന്നത്തെ ഈ വീഡിയോ. തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഇമേജ് റീസൈസർ എന്ന് പറയുന്ന ചെറിയൊരു ആപ്ലിക്കേഷൻ, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് ഓപ്പൺ ചെയ്താൽ ആവശ്യമുള്ള പെർമിഷൻ കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെയാണ് വരിക. ഇവിടെ 3 ടാബ് ഉണ്ട്: എഡിറ്റ്, ക്രിയേറ്റ്, ടൂൾസ്. ഈ ടൂൾസ് പോയാൽ കുറേ ടൂൾസ് ഉണ്ട്. PDF എഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ള ടൂളുണ്ട്. അതൊക്കെ ഇതിലുണ്ട്. ഒന്നാമത്തേൽ പോയി കഴിഞ്ഞാൽ നല്ല സിംഗിൾ എഡിറ്റ് ഉണ്ട്, അതുപോലെ റീസൈസ് ആൻഡ് കൺവെർട്ട് ഉണ്ട്, ക്രോപ്പ് ഉണ്ട്, അങ്ങനെ കുറേ ടൂൾ ഉണ്ട്. ഓരോന്നും ഉപയോഗിച്ച് നോക്കുക. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സിംഗിൾ എഡിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഒരു ഫോട്ടോ സെലക്ട് ചെയ്യണം. ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക. എഡിറ്റ് എക്സിഫ് എന്നുള്ള എക്സിഫ് ഡാറ്റ എഡിറ്റ് ചെയ്യാനുള്ള ഫസ്റ്റ് ടൂളത്തിനുണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് അതിൻ്റെ ഫോട്ടോൻ്റെ സൈസ് കാര്യങ്ങളെല്ലാം ഇതിലുണ്ടാവും. എടുത്ത ഡേറ്റ്, ഏത് ഫോണിലാണ് എടുത്തത്, ഏത് ക്യാമറയിലാണ് എടുത്തത്, എല്ലാ ഡീറ്റെയിലും. ഇതൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യപ്പെടുന്നു. എടുത്ത ഡേറ്റൊക്കെ നമുക്ക് മാറ്റാം. അതുപോലെ അതൊന്നും വേണ്ട, ഒരു എക്സിഫ് ഡാറ്റ ഇല്ലാണ്ട് ഫോട്ടോ നമുക്ക് സേവ് ചെയ്യണേ, അങ്ങനെ ഡിലീറ്റ് ചെയ്തിട്ട് സേവ് ചെയ്യാം. അതുപോലെ ക്രോപ്പ് ചെയ്യാനുള്ള, ഇതിൻ്റെ സൈസ് മാറ്റാനുള്ള എല്ലാ ടൂളുകളും ഇതിലുണ്ട്. അതുപോലെ ഇതിൻ്റെ ഫോർമാറ്റ് JPG വേണോ, PNG വേണോ, അങ്ങനെ ഏത് ഫോർമാറ്റിലാണ് നമുക്ക് ഈ ഫോട്ടോ വേണ്ടത്, അതൊക്കെ നമുക്ക് ഇവിടുന്ന് മാറ്റാനും മർക്ക് ചെയ്യാനൊക്കെ കഴിയുന്ന ഓപ്ഷനുകളുണ്ട്. അതൊക്കെ ചെയ്തതിന് ശേഷം താഴെ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, സേവ് ചെയ്യുക. ഫോട്ടോ മൊഞ്ചാക്കലല്ലാണ്ട് ഇങ്ങനെയും കുറേ എഡിറ്റിങ്ങുകളുണ്ട്, ഇങ്ങനെയും കുറേ ടൂൾസ് ഉണ്ട് ഫോട്ടോക്ക്. ഇതൊക്കെ ചില സമയത്ത് ഭയങ്കര ഉപകാരമാണ്. നമ്മളൊരു ഫോട്ടോ ഒരാൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്ന നേരം അത് ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഫോട്ടോ ആണെങ്കിൽ അതിലുള്ള ഡാറ്റയൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്ത് മാറ്റാൻ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാനും ഒക്കെ കഴിയാന്ന് പറഞ്ഞാൽ അത് ചില സമയത്ത് ഭയങ്കര ഉപകാരമാണ്. അപ്പോൾ ആവശ്യക്കാർ മാത്രം ഉപയോഗിച്ചിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്കും കൊടുത്തേക്കും, നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മാപ്പിയോ. താങ്ക് യു സോ മച്ച്.